വാർത്തകൾ തുടരുന്നു. ഭീമമായ പിഴ ഈടാക്കിയതിനെതിരെ തുടർന്ന് കൊച്ചി വൈപ്പിനിൽ വള്ളമിറക്കി പ്രതിഷേധം അവസാനിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ പിഴയടക്കേണ്ടതില്ലെന്ന തീരുമാനമായി. പ്രതിഷേധം അവസാനിപ്പിച്ചതിന് പിന്നാലെ ജങ്കാർ വാട്ടർ മെട്രോ സർവീസുകൾ പുനരാരംഭിച്ചു. ഭീമമായ പിഴത്തുക ഈടാക്കിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധം വിജയം കണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ പിഴത്തുക അടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഫിഷറീസ് എഡി അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജപമാല എന്ന ബോട്ടിനെതിരെ കാലാവധി കഴിഞ്ഞിട്ടും ലൈസൻസ് പുതുക്കിയില്ല, ലൈസൻസ് തുകയും ക്ഷേമനിധി തുകയുമായിട്ടുള്ള 24,000 രൂപ അടച്ചില്ല എന്നുള്ള പേരിൽ 2.5 ലക്ഷം രൂപ തുക പിഴത്തുക ഈടാക്കിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വെള്ളത്തിൽ വള്ളമിറക്കി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ വള്ളമിറക്കി പ്രതിഷേധിച്ചതിനെ തുടർന്ന് ജങ്കാർ സർവീസും വാട്ടർ മെട്രോ സർവീസും ഏറെ നേരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം അടക്കം കണ്ടു. സ്ഥലം CA അടക്കം എത്തി മത്സ്യത്തൊഴിലാളികളോട് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞുവെങ്കിലും അവർ ചെവിക്കൊണ്ടിട്ടില്ല. തങ്ങളുടെ ആവശ്യം ഈ പിഴത്തുക ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ തന്നെ കാറും കോളും നിറഞ്ഞൊരു സാഹചര്യം കൂടി ആയതിനാൽ ഇത്തരത്തിൽ മര്യാദയ്ക്ക് പണിക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതും കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ പിഴത്തുക ഈടാക്കുന്നത് ഒഴിവാക്കാതെ തങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയായിരുന്നു പ്രതിഷേധം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരുന്നതും. അതിനെ തുടർന്ന് ഫിഷറീസ് എഡിയും ഒപ്പം തന്നെ പോലീസും മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതാക്കളും അടക്കമുള്ള ഒരു ചർച്ചയാണ് നടന്നിരുന്നത്. ഏറെ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ആ തീരുമാനം വന്നിരിക്കുന്നു. പിഴത്തുക 2.5 ലക്ഷം രൂപ പിഴത്തുക ജപമാല എന്ന ബോട്ട് അടയ്ക്കേണ്ടതില്ല, എന്നാൽ ക്ഷേമനിധി തുകയും ഒപ്പം തന്നെ ലൈസൻസ് പുതുക്കേണ്ട തുകയുമായിട്ടുള്ള രണ്ടും കൂടെ ചേർന്നിട്ടുള്ള 24,000 രൂപ അടയ്ക്കുക എന്നുള്ളതാണ് ആ യോഗത്തിൽ, ആ ചർച്ചയിൽ തീരുമാനമായത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം, വെള്ളത്തിൽ വള്ളമിറക്കിയുള്ള പ്രതിഷേധം വലിയ രീതിയിൽ വിജയം കണ്ടിരിക്കുന്നു. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടും അമീറിനോടുമൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.